സംസ്ഥാനത്തെ വൈദ്യുതി ലൈനുകൾ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് നിർദ്ദേശം നൽകിയത്. പരിശോധന കാര്യക്ഷമമായും സമയബന്ധിതമായും നടപ്പാക്കാനാണ് നിർദ്ദേശം. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം. ഗോപാൽ ശീലാസനൽ, മിഥുന്റെ ജീവനെടുത്ത അനാസ്ഥയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ലൈനുകൾ പരിശോധിക്കാനുള്ള നിർദ്ദേശം. എല്ലായിടങ്ങളിലും എങ്ങനെയായിരിക്കും, എത്ര സമയമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഈ പരിശോധനയ്ക്ക്? സംസ്ഥാനത്തെ വൈദ്യുത ലൈനുകൾ, സ്കൂൾ വളപ്പുകളിലൂടെ അടക്കം കടന്നുപോകുന്ന വൈദ്യുത ലൈനുകൾ ഉണ്ടോ, അതടക്കം പരിശോധിക്കാനുള്ള നിർദ്ദേശമാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നൽകിയിരിക്കുന്നത്. സമയബന്ധിതമായി ഈ പരിശോധന നടപ്പാക്കാനും നിർദ്ദേശിച്ചിരിക്കുന്നു. ഗോപാൽ, പരിശോധനയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി എത്രയാണ്? അടിയന്തരമായി പരിശോധന നടത്തുക എന്നതാണ് ഈ ഘട്ടത്തിൽ വൈദ്യുതി മന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാരണം സമീപകാലത്തായി ഉണ്ടായിരിക്കുന്ന അപകടങ്ങൾ, വൈദ്യുതി അപകടങ്ങൾ, അതിൽ ഏറ്റവും അവസാനമായി ഉണ്ടായ തേവരക്കരയിലെ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അടിയന്തരമായി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വൈദ്യുതി വകുപ്പ് എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ വൈദ്യുതി ലൈനുകളും പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കണം എന്ന നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ വൈദ്യുതി മന്ത്രി KCBL-നും അതിനോടൊപ്പം തന്നെ വകുപ്പ് ചെയർമാനും നൽകിയിരിക്കുന്നത്. വേഗത്തിൽ തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാനത്തെ എല്ലാ വൈദ്യുതി ലൈനുകളിലും കൃത്യമായ രീതിയിലാണ് പ്രവർത്തനം നടക്കുന്നത്. അതിന്റെ സുരക്ഷ കൃത്യമാണ് എന്ന് ഉറപ്പാക്കണമെന്നതാണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത്. ശരി, ഗോപാൽ ശീലാസനലാണ് വിവരങ്ങൾ നൽകിയത്. ഒരു കുഞ്ഞിന്റെ ജീവൻ പൊലിയേണ്ടി വന്നു. വൈദ്യുത ലൈനുകളൊക്കെ സുരക്ഷിതമായോ കിടക്കുന്നതെന്ന് നോക്കാൻ. ആ കുഞ്ഞ് മരിച്ച അതേ ദിവസം തന്നെ ഒരാൾക്ക് കൂടി മരണം സംഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ് മലപ്പുറത്ത്.